ഹായ് ഓൾ, വെൽക്കം ടു PSC കൂട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഞ്ചായത്ത് രാജ്. അപ്പോൾ ആദ്യം പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 40. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അത് നെഹ്റുവാണ്. ഇനി പഞ്ചായത്ത് രാജിൽ പരാമർശിക്കുന്ന കമ്മിറ്റികളാണ്. ആദ്യത്തേത് ബൽവന്തർ റായ് കമ്മിറ്റി. 1957 ജനുവരിയിലാണ് കമ്മിറ്റി രൂപീകരിച്ചത്. ഇതെന്താ ചെയ്തത്? ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് ഇത്, ബൽവന്തർ റായ് കമ്മിറ്റി. ഇനി ഈ കമ്മിറ്റി വന്നിട്ട് ഒരു ഘടന നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്. ഈ ഘടന നിർദ്ദേശിച്ചത് ബൽവന്തർ റായ് കമ്മിറ്റിയാണ്. അതുപോലെ ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബൽവന്തർ റായ് മേത്തയാണ്. അടുത്ത സെക്കൻഡ് വൺ, സന്താന കമ്മിറ്റി. 1963 ഈ കമ്മിറ്റി നിയമിക്കപ്പെട്ടത്. പഞ്ചായത്ത് രാജ് ഫിനാൻസ് കോർപ്പറേഷനുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സന്താനം കമ്മിറ്റിയാണ്. അടുത്തതായിട്ട് പറയുന്ന അശോക് മേത്ത കമ്മിറ്റി. 1977 ഡിസംബർ ജനതാ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. അപ്പോൾ ഇതിൻ്റെ ചെയർമാനാണ് അശോക് മേത്തയാണ് ഇതിൻ്റെ ചെയർമാൻ. കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് EMS നമ്പൂതിരിപ്പാട്. ഇതെന്താ ചെയ്തത്? ത്രിതല സമ്പ്രദായത്തിന് പകരം ദ്വിതല സംവിധാനം നിർദ്ദേശിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ത്രിതല സമ്പ്രദായത്തിന് പകരം ദ്വിതല സംവിധാനം നിർദ്ദേശിച്ച കമ്മിറ്റിയും കൂടെയാണ് അശോക് മേത്ത. അടുത്തത് GVK റാവു കമ്മിറ്റി. 1985 GVK റാവു കമ്മിറ്റിയെ നിയമിച്ചത്. അപ്പോൾ ഈ കമ്മിറ്റി പ്രധാനമായിട്ടും പറയുന്നത് ഗ്രാമവികസനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി ഒരു പ്ലാനിംഗ് കമ്മീഷനെ നിയോഗിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി.